കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFI അതിക്രമം. ബാരിക്കേഡ് ചാടിക്കടന്ന് ചാൻസലറുടെ ചേംബറിലേക്ക് കടക്കാനാണ് ശ്രമം. പോലീസിന് നേരെയും SFI പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായി. CPO അരുൺ VV ഉൾപ്പെടെ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. സ്ഥലത്ത് വൻ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, എന്താണ് SFIക്കാർ കാട്ടിക്കൂട്ടുന്നത്? കൃഷ്ണരാജ, 11 മണിയോടുകൂടി ഒരു പ്രതിഷേധ മാർച്ച് കേരള സർവകലാശാലയിലേക്ക് വരും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടങ്ങളിൽ അറിയിച്ചിരുന്നത്. വൈകി ഇപ്പോൾ മാർച്ച് എത്തിയിരിക്കുകയാണ്. ആ മാർച്ച് പ്രധാന കവാടത്തിന് മുൻപിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. തടയുമ്പോൾ തന്നെ വരുന്നതേ ഒരു അക്രമാസക്തമായ അന്തരീക്ഷത്തിലൂടെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് 50-ലധികം പ്രവർത്തകർ ഒറ്റയടിക്ക് തന്നെ അകത്തേക്ക് കടക്കുകയായിരുന്നു. പോലീസ് ഒരു പക്ഷേ നോക്കുകുത്തിയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. പ്രവർത്തകർ അകത്തേക്ക് കയറിയതിന് ശേഷം നേരെ വന്ന് VC-യുടെ ചേംബറിലേക്ക് പോകാനുള്ള ശ്രമമാണ് SFI പ്രവർത്തകർ നടത്തിയത്. അത് പോലീസ് തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാന കവാടത്തിന് സമീപത്തുള്ള അകത്തേക്കുള്ള കവാടം ലോക്ക് ചെയ്തുകൊണ്ട് പോലീസ് ഇതിനെ പ്രതിരോധിച്ചു. പക്ഷേ അത് മറികടന്നുകൊണ്ട് ഇപ്പോഴും അകത്തേക്ക് കയറാനുള്ള ശ്രമം SFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ മതിൽ ചാടിക്കടന്ന് ഇരുവശങ്ങളിലൂടെ, അതായത് പ്രധാന കവാടത്തിന് 2 വശങ്ങളിലൂടെയുള്ള മതിലുകൾ ചാടിക്കടന്നും യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് കയറാനുള്ള VC ഇരിക്കുന്ന ചേംബറിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമമാണിപ്പോൾ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം സമരത്തിന് വന്ന എല്ലാ പ്രവർത്തകരും ഈ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പോലീസ് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമാനമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം ഒരു ഘട്ടത്തിൽ പോലീസ് നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം കാണാതെ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടി അടക്കമെടുത്ത് പോലീസിന് നേരെ എറിയുന്ന സാഹചര്യം. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. SFI പ്രവർത്തകർക്ക് പരിക്കുണ്ട്. ഒപ്പം തന്നെ ലാത്തി ചാർജിന് സമാനമായൊരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവർത്തകർ ഇവിടെ തന്നെ തുടരുകയാണ്. ഒരു സംഘർഷ സാഹചര്യം ഇപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് മതിൽക്കെട്ടിനുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയ വിദ്യാർത്ഥികളുണ്ട്. ഒപ്പം തന്നെ ഇതിനുവേണ്ടി എത്തിയിട്ടുള്ള ജീവനക്കാരുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനത്തെ തടഞ്ഞുകൊണ്ടുള്ളൊരു പ്രവർത്തനം അത് SFIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VC-ക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ കടുത്ത സംഘർഷത്തിലേക്കും ഒപ്പം തന്നെ അക്രമത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്, ശാലിനി, ഈ നിലവിൽ വലിയൊരു പ്രശ്നം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ സുരക്ഷ ഉണ്ടാകണമല്ലോ. പോലീസ് അവിടെ നിർബന്ധമായും ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ടും ഇത്ര പേർ സംഘടിച്ചെത്തി അതിനുള്ളിലേക്ക് കടക്കണമെങ്കിൽ പോലീസിന്റെ ഒത്താശയില്ലാതെ സംഭവിക്കുന്നു. തീർച്ചയായും കൃഷ്ണരാജ്, ഒരു സംഘർഷ സാഹചര്യം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ തന്നെ സാഹചര്യം കണക്കിലെടുത്ത് പോലീസിനെ ഇവിടെ സുരക്ഷയ്ക്കായി ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും സമാനമായ രീതിയിൽ 100-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രധാന കവാടം, അതായത് ഗേറ്റിന് സമീപത്തും ഒപ്പം തന്നെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്ന പ്രധാന കവാടത്തിന് മുൻപിലും ഉണ്ടായിരുന്നു. ബാരിക്കേഡ് അടക്കം വെച്ച് പോലീസ് പ്രതിരോധം തീർത്തതാണ്. പക്ഷേ ആ പ്രതിരോധം മതിയോ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം പ്രധാന കവാടം അടച്ചിട്ട് അതിനു മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞതാണ്. അതിനു മുൻപിൽ പോലീസ് നിന്നുകൊണ്ടാണ് പ്രവർത്തകരെ തടഞ്ഞത്. ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്ന് കൊണ്ട് എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥരെയും പോലീസിനെയും മറികടന്നുകൊണ്ട് ഈ SFI പ്രവർത്തകർ അകത്ത് കടന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. ഇത്രയും മണിക്കൂറുകൾ, ഏകദേശം 1 മണിക്കൂറോളമായി തലസ്ഥാന നഗരത്തെ പ്രധാനപ്പെട്ട സർവകലാശാലയ്ക്കുള്ളിൽ ഒരു സംഘർഷം, ഒരു അക്രമ സംഭവങ്ങൾ നടന്നിട്ടത് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2 വാഹനങ്ങൾ, പോലീസിൻ്റെ 2 ബസ്സുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ. പക്ഷേ വാഹനത്തിൽ കയറാൻ തയ്യാറാകുന്നില്ല. വാഹനത്തിൽ കയറുന്ന SFI പ്രവർത്തകരെ ചുമതലയുള്ള SFI നേതാക്കന്മാർ വന്ന് മോചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരിറങ്ങി പൊയ്ക്കോട്ടെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ മുൻപൊരിക്കൽ. തീർച്ചയായും കൃഷ്ണരാജ്, സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കയ്യാമം കൊണ്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റാനുള്ള ശ്രമം പോലീസും നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിൽ കാണിക്കുന്ന ചില പ്രകടനങ്ങൾക്കപ്പുറം അവരെ കൃത്യമായി ക്രമസമാധാന പരിപാലനം കൃത്യമായി നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഈ പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനുള്ള ഒരു രീതിയിലുള്ള നടപടിയും ഈ ഘട്ടത്തിലും ഇവിടെ നടക്കുന്നില്ല. ഒരുപക്ഷെ ഒരു പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള നടപടികൾ SFIയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ മണിക്കൂറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കവാടത്തിന് മുൻപിൽ, കെട്ടിടത്തിന് മുൻപിൽ വെച്ചിരുന്ന ചെടിച്ചട്ടികളടക്കം തറയിൽ എറിഞ്ഞുടച്ചുകൊണ്ട് അത് പോലീസിന് നേരെ വലിച്ചെറിയുന്ന കാഴ്ചകൾ, ഒപ്പം തന്നെ അവരുടെ ലാത്തി പിടിച്ചു വാങ്ങിച്ച് അവരെ തന്നെ
സാഹചര്യം, ഒപ്പം തന്നെ ലാത്തി പിടിച്ച് വലിച്ച് എറിഞ്ഞു കളയുന്നു, ഷീൽഡ് എറിഞ്ഞു കളയുന്ന സാഹചര്യം, അങ്ങനെ വിവിധ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അവർ ഇവിടെ കാണിച്ചിട്ടും അതിനെ പ്രതിരോധിക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. VC ഡോക്ടർ സിസ തോമസ് ഇന്നുകൂടിയാണ് താൽക്കാലിക VC ആയി ഇവിടെ തുടരുന്നത്. അവർ മുമ്പുണ്ടായിരുന്ന KTU സർവകലാശാലയിലടക്കം VC ആയി ഇരുന്നപ്പോൾ അവർ എത്തിയപ്പോൾ SFI സ്വീകരിച്ച സമാന നിലപാട് ഇവിടെയും അവർ വന്ന അന്നു മുതൽ SFI സ്വീകരിക്കുകയാണ്, ഇന്നും അത് തുടരുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് SFI ഇവിടെ നടത്തുന്നത്. എന്തായാലും VCയുടെ ചേംബറിലേക്ക്, രണ്ടാം നിലയിലുള്ള VCയുടെ ചേംബറിലേക്ക്, VC ഇരിക്കുന്ന ഭാഗത്തേക്ക് SFI പ്രവർത്തകർക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത. പക്ഷേ ഇപ്പോഴും ഈ മതിലുകൾ ചാടിക്കടന്ന പ്രവർത്തകർ ഉള്ളിലേക്ക്, കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്നാലും 1 മണിക്കൂറിലധികമായി തലസ്ഥാന നഗരത്തെ, പ്രത്യേകിച്ച് കേരള സർവകലാശാല, ഒരു മാതൃ സർവകലാശാലയാണ്, മാതൃകയാകേണ്ട സർവകലാശാലയാണ്, ആ സർവകലാശാലയ്ക്കുള്ളിലാണ് ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ അഴിഞ്ഞാടുന്നത്. അതും ഇടത് SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസോ തയ്യാറാകുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നിലനിൽക്കുന്നതിൻ്റെ സൂചനയാണ് വെളിവാക്കുന്നത്. കൃഷ്ണരാജ്, ഞാൻ പറയാം, ഇപ്പോൾ ശ്രീനന്ദ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ എവിടെയാണുള്ളത്? ശ്രീനന്ദ കേൾക്കാമെങ്കിൽ ശ്രീനന്ദ എവിടെയാണുള്ളത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അകത്താണുള്ളത്. ഇവിടെ യൂണിവേഴ്സിറ്റി സർവകലാശാലയ്ക്കകത്ത് വളരെ വലിയ ഒരു പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാലയുടെ മതിലെല്ലാം ചാടിക്കടന്ന ശേഷം ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലേക്ക് തള്ളിക്കയറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും തന്നെ അടിച്ചിട്ട ശേഷം ഓടുന്ന ഒരു പ്രവണതയാണ് ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെനറ്റ് ഹാളിലേക്കും മറ്റ് ഉദ്യോഗസ്ഥരുടെ ഹാളിലേക്കും എല്ലാം ഓടിക്കയറുന്ന ഒരു പ്രവണതയാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണിക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഈ ഒരു സെനറ്റ് ഹാളിലേക്കും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരുടെ ഓഫീസിലേക്കും കടക്കാനുള്ള ഒരു ശ്രമമാണ് കാണിക്കുന്നത്. അവർ മുകളിലത്തെ നിലയിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് രാജിവെക്കണമെന്നും എല്ലാവരെയും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുമുള്ള ഒരു ശിശുവരെല്ലാവരും തന്നെ ഇപ്പോൾ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഈ ഒരു സർവകലാശാലയുടെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. രജിസ്ട്രാറുടെ റൂമിൽ അതുപോലെ തന്നെ VC റൂമിൽ എല്ലാവരും തന്നെ പോയി ഇപ്പോൾ വിദ്യാർത്ഥികളെ പോലീസ് എല്ലാവരും തന്നെ വിദ്യാർത്ഥികളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് സാധിക്കാത്തൊരു സ്ഥിതിവിശേഷമാണ്. കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് SFIയുടെ അതിക്രമം, ബാരിക്കേഡ് ചാടിക്കടന്ന് ചാൻസലറുടെ ചേംബറിലേക്ക് കടക്കാൻ ശ്രമം, പോലീസിന് നേരെയും SFI പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായി, ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചടിക്കുക, ദൂരേക്കെറിയുക, ഇതൊക്കെയാണ് അഴിഞ്ഞാട്ടത്തിൽ കാണാനാകുന്നത്. CPO അരുൺ VV ഉൾപ്പെടെ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു എന്ന വാർത്തയും വരുന്നു. അതായത് വളരെ സങ്കീർണമായ ഒരു വിവാദം സജീവമായി നിൽക്കുന്ന സമയത്ത് ഏതു സമയവും പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടാമെന്നിരിക്കെ അവിടെ എന്താണ് പോലീസ് കാട്ടിക്കൂട്ടിയതെന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നോ? വിവരങ്ങൾ നൽകുകയായിരുന്നു S. ശാലിനിയും ശ്രീനന്ദ SP.